നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പഠിക്കുന്നത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന മേഖലയാണ്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്. ആ മേഖലയിൽ നിന്നുമുള്ള ഏതാനും ചില IPC സെക്ഷനുകൾ നമുക്കറിയാം, ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെക്ഷനുകളാണ്. അതേപോലെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BNS എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത, അതല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ്. ഈ സെക്ഷനുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ IPC സെക്ഷൻ 390 ഉണ്ട്. എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. IPC സെക്ഷൻ 390 പരാമർശിക്കുന്നത്, അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 309 സപ്ലസ് 1 പരാമർശിക്കുന്നത് റോബറിയെക്കുറിച്ചാണ്. അപ്പോൾ റോബറി എന്ന് വെച്ചാൽ എന്താണ്? കവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് റോബറി എന്ന ആ ഒരു വാക്കിൽ നമ്മൾ നിർവചിച്ചിരിക്കുന്നത്. അത് IPC സെക്ഷൻ 390 പെടുത്തിയിരിക്കുന്നത്. റോബറി അല്ലെ, കവർച്ചയെക്കുറിച്ച് പരാമർശിക്കുകയാണ്. IPC സെക്ഷൻ 390 ആണ് എന്ന് നമുക്കറിയാം അല്ലെ. കവർച്ചയെക്കുറിച്ചാണ് ഇത് പരാമർശിക്കുന്നത്. അപ്പം മോഷണത്തിനിടയിൽ ദേഹോപദ്രവമോ വധശ്രമമോ എന്നിവ നടത്തുകയാണെങ്കിലാണ് അത് കവർച്ച അഥവാ റോബറി എന്ന പേരിൽ പെടുന്നത്. അപ്പം മോഷണം നടത്തുമ്പോൾ അതിനിടയിൽ എന്തുണ്ടാവും? ദേഹോപദ്രവം ഏൽപ്പിക്കാം, വധശ്രമം നടത്താം. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റോബറി എന്ന് നിർവചിക്കുന്നത്. അതിനെപ്പറ്റി പരാമർശിക്കുന്നത് IPC സെക്ഷൻ 390 ഇനി നമുക്ക് IPC സെക്ഷൻ 391 എന്താണെന്ന് നോക്കാം. അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 310 എന്താണ് എന്ന് നോക്കാം. IPC സെക്ഷൻ 391 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 310 ഇവ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇത് പറയുന്നത് എന്താണ്? കൂട്ടക്കവർച്ച അതല്ലെങ്കിൽ സംഘക്കവർച്ചയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഡാക്വൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡാക്വൈറ്റി അഥവാ സംഘക്കവർച്ച അതല്ലെങ്കിൽ കൂട്ടക്കവർച്ചയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 5 അതിൽ അധികമോ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു കവർച്ച നടത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഡാക്വൈറ്റി അഥവാ കൂട്ടക്കവർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഫോർ റോബറി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ശിക്ഷ എന്താണ്? നമ്മൾ പറഞ്ഞ റോബറി ഉണ്ട്, ഡാക്വൈറ്റി ഉണ്ട്. അപ്പോൾ റോബറിക്കും ഡാക്വൈറ്റിക്കുമൊക്കെയുള്ള ആ ഒരു ശിക്ഷ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. പണിഷ്മെൻറ്റ് ഫോർ റോബറി, അതായത് കവർച്ചയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇനി നമ്മൾ നോക്കുന്നത്. അത് IPC 392 പരാമർശിക്കുന്നത്. IPC 392 എന്തിനെപ്പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ പണിഷ്മെൻറ്റ് ഫോർ റോബറിയാണ് അല്ലേ. അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 309 സപ്ലോസ് 4 ആണ്. ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 309 സപ്ലോസ് 4 പ്രകാരമാണ് ഇത് പണിഷ്മെൻറ്റ് ഫോർ റോബറി, കവർച്ചയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത്, നമുക്കറിയാം അല്ലേ. ഇപ്പം കവർച്ചയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ്. ഇതിനെന്ത് ശിക്ഷയാണ് നൽകുന്നത്? IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നത് അല്ലേ. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. 10 വർഷം തടവും അതോടൊപ്പം പിഴയുമുള്ള വകുപ്പാണ് അല്ലേ. 10 വർഷം തടവും അതോടൊപ്പം പിഴയുമുള്ള വകുപ്പാണ്. IPC ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് അല്ലേ. പിന്നെയും ഈ കവർച്ച എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പുമായിട്ടാണ് നടക്കുന്നത് എങ്കിൽ ആ നടക്കുന്ന സ്ഥലം ഒരു നാഷണൽ ഹൈവേയും ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് 14 വർഷം വരെ തടവുണ്ട് എന്നാണ് പറയുന്നത്. 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് എന്നാണ് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം? അത് IPC സെക്ഷൻ 393 കുറിച്ചാണ് പറയുന്നത്. IPC സെക്ഷൻ 393 ഇനി അത് ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിലോ സെക്ഷൻ 309 സപ്ലോസ് 5 ആണ്. IPC സെക്ഷൻ 393 അതല്ലെങ്കിൽ IPC സെക്ഷൻ 309 സപ്ലോസ് 5 കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്താണ് പ്രതിപാദിക്കുന്നത്? അറ്റംപ്റ്റ് ടു കമ്മിറ്റ് അല്ലെ. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറിയാണ്. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി അഥവാ കവർച്ചാശ്രമമാണ്. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി, കവർച്ചാശ്രമത്തെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. എന്ന് വെച്ചാൽ IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത്തരത്തിലുള്ള കവർച്ചാശ്രമം അല്ലെങ്കിൽ റോബറിക്കുള്ള അറ്റംപ്റ്റ് അതിന് ഇറങ്ങുന്ന ആളുകൾക്ക് 7 വർഷം വരെ തടവും അതേപോലെ പിഴയുമുണ്ട്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയാണ്. ഇനി IPC 394 നോക്കിയാലും IPC 394 വെച്ചാൽ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 309 സപ്ലോസ് 6 ആണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. IPC 394 ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 309 അതല്ലെങ്കിൽ സപ്ലോസ് 6 ആണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് ഇതിൽ പറയുന്നത്? വോളണ്ടറി കോസിങ് ഹർട്ട് ഇൻ കമ്മ്യൂട്ടിംഗ് റോബറി അല്ലെങ്കിൽ
നമ്മളെന്താണ് കവർച്ച ശ്രമം നടത്തുന്നതിനുള്ള ഒരു പരിശ്രമത്തിന് ഇടയിൽ ദേഹോപദ്രവമേൽപ്പിക്കുക, അതിനുള്ള ശിക്ഷയാണ് ഇത് പറയുന്നത്. അപ്പോൾ വോളണ്ടറിലി കോസിങ് ഹർട്ട് ഇൻ കമ്മ്യൂട്ടിങ് റോബറി. അപ്പോൾ കവർച്ച നടത്താനുള്ള ശ്രമത്തിനിടയിൽ ഒരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് ഇതിൽ പറയുന്നത്. ഇപ്രകാരം ചെയ്യുന്നയാൾക്ക് IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ശിക്ഷ എത്രയാണ്? 10 വർഷം വരെ തടവും പിഴയും കിട്ടും. 10 വർഷം വരെ തടവും പിഴയും കിട്ടും. മാത്രമല്ല ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി അടുത്ത സെഗ്മെന്റ് ഏതെന്ന് നോക്കിയാൽ IPC സെക്ഷൻ 395 ആണ്. IPC സെക്ഷൻ 395 ആണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 310 സബ്ക്ലോസ് 2 ആണ്. IPC സെക്ഷൻ 395 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 310 സബ്ക്ലോസ് 2 ആണ്. ഇതിലെന്താ പ്രതിപാദിക്കുന്നത്? പണിഷ്മെന്റ് ഫോർ ഡാക്കോയിറ്റി, സംഘക്കവർച്ചയ്ക്കുള്ള ശിക്ഷയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. പണിഷ്മെന്റ് ഫോർ ഡാക്കോയിറ്റ്, സംഘക്കവർച്ചയ്ക്കുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. എന്താണ് പരാമർശിക്കുന്നത്? IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 10 വർഷത്തെ തടവ് നോൺ ബെയിലബിൾ ഒഫൻസുമാണ് സംഘക്കവർച്ചയ്ക്കുള്ളത്. അതിനെപ്പറ്റി പരാമർശിക്കുന്നത് IPC 395 ആണ് എന്നുകൂടി നമ്മൾ ഓർക്കുക. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന എന്താണ്? IPC സെക്ഷൻ 396 ആണ്. IPC സെക്ഷൻ 396 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 310 സബ്ക്ലോസ് 3 എന്ന് പറയും. IPC സെക്ഷൻ 396 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 310 സബ്ക്ലോസ് 3. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഡാക്കോയിറ്റി വിത്ത് മർഡർ എന്നാണ് പറയുന്നത്. ഡാക്കോയിറ്റി വിത്ത് മർഡർ എന്ന് വെച്ചാൽ എന്താണ്? കൊലപാതകത്തോടു കൂടിയ സംഘക്കവർച്ചയാണ്. അപ്പോൾ സംഘമായിട്ട് കവർച്ചയ്ക്ക് കയറുന്നു, അവിടെ വെച്ച് ഒരാളെ വധിക്കുന്നു. ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ വധിച്ചാലും എന്താണ്? അത് സംഘക്കവർച്ചയും ഡാക്കോയിറ്റി വിത്ത് മർഡർ അല്ലെങ്കിൽ സംഘക്കവർച്ചയുടെ കൊലപാതകം എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഇപ്രകാരം ചെയ്യുന്ന ഏർപ്പാടുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് വെച്ചാൽ IPCയിലും ഭാരതീയ ന്യായ സംഹിതയിലും ഒരേ ശിക്ഷ തന്നെയാണുള്ളത്. 10 വർഷം കഠിന തടവ്, പിഴ, ജാമ്യമില്ലാത്ത വകുപ്പ്. ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കും? അത് IPC സെക്ഷൻ 397 ആണ്. IPC സെക്ഷൻ 397 ആണ്. അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ 311 എന്നുള്ള വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. IPC സെക്ഷൻ 397 ആണ്. അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ 311 എന്ന വകുപ്പാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എന്താ പെടുന്നത്? റോബറി ഓർ ഡാക്കോയിറ്റി, റോബറി ഓർ ഡാക്കോയിറ്റി വിത്ത് അറ്റംപ്റ്റ് ടു കോസ്, റോബറി ഓർ ഡാക്കോയിറ്റി വിത്ത് അറ്റംപ്റ്റ് ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് എന്നാണ് പറയുന്നത്. റോബറി ഓർ ഡാക്കോയിറ്റി വിത്ത് അറ്റംപ്റ്റ് ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മാരകായുധം ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക, സംഘക്കവർച്ചയോ കവർച്ചാശ്രമമോ നടത്തുക, അതിനിടയിൽ ആളിനെ ദേഹോപദ്രവമേൽപ്പിക്കുക. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് IPC സെക്ഷൻ 397 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 311 എന്ന് പറയുന്ന വകുപ്പ്. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ IPC അഥവാ ഭാരതീയ ന്യായ സംഹിതയിൽ കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 7 വർഷം വരെ തടവും പിഴയുമാണ് ഇവിടെ ലഭിക്കുന്നത്. 7 വർഷം വരെ തടവും പിഴയുമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് 398 നമുക്കൊന്ന് നോക്കാം. എന്താണ് IPC സെക്ഷൻ 398? ഭാരതീയ ന്യായ സംഹിത പ്രകാരം 312 എന്നും പറയും. അപ്പോൾ IPC സെക്ഷൻ 398 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 312 എന്ന് ചോദിച്ചാൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി ഓർ ഡാക്കോയിറ്റി വെൻ ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പൺ, അതായത് മാരകായുധം കൈവശം വെച്ചുകൊണ്ട് സംഘക്കവർച്ച നടത്തുന്ന പ്രക്രിയ. അപ്പോൾ മാരകായുധം കൈവശം വെച്ചുകൊണ്ട് സംഘക്കവർച്ച നടത്തിക്കഴിഞ്ഞാലുള്ള ശിക്ഷയെപ്പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പിനെ പറ്റി പരാമർശിക്കുന്നതാണ് IPC 398 ഭാരതീയ ന്യായ സംഹിതയിലെ സബ്ക്ലോസ് 312 എന്ന് പറയുന്നത്. അപ്പോൾ മാരകായുധം കൈവശം വെച്ചുകൊണ്ടുള്ള സംഘക്കവർച്ചയാണ് നമുക്കറിയാം. ഇത് IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 7 വർഷത്തിൽ കുറയാത്ത തടവ് ആണ് ഇതിനുള്ളത്. ഇതൊരു ജാമ്യമില്ലാത്ത വകുപ്പുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ വസ്തുവകകളിന്മേലുള്ള കടന്നുകയറ്റം, അതിക്രമം എന്നിവയ്ക്കുള്ള ശിക്ഷയെ പറ്റിയാണ് ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.